പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതെ. ഇപ്പോൾ ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സിനിമ വരുമ്പോൾ ഇപ്പോൾ പ്രേമലു ഒക്കെ ആണെങ്കിൽ, പ്രേമലു ഇപ്പോൾ ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു? അത് ഗിരീഷേടിയുടെയൊക്കെ, പിന്നെ ശ്യാമേട്ടൻ, അത് ഭാവന സ്റ്റുഡിയോ ആണല്ലോ, ദിലീഷ് ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വ്യക്തമായ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്ന പരിപാടികളാണ് വേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള അവരൊരു ഇൻപുട്ടും കൂടെ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ് നമ്മൾ ഡിസൈനേഴ്സ്, നമ്മൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. ടൈറ്റിൽ ചെയ്യാനായിട്ട് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോട്ടോ റീടച്ച് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്, പിന്നെ ഇതിൻ്റെ ഐഡിയ പിടിക്കാനായിട്ട് വിമലുണ്ട്, പിന്നെ വിവേക് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറും മൂഡും, ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ടൊക്കെയാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ സിനിമ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇത് എവിടെ നിന്ന് ഉണ്ടായി വരുന്നു എന്നൊക്കെ പണ്ട് വിചാരിക്കുമായിരുന്നു. ഇപ്പോൾ സിനിമ പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെ പഠിക്കാം. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ഗാ എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഗാ ഗ്ലോബൽ അക്കാദമി ഓഫ് ആർട്ടിസ്ട്രി. ഇത് തുടങ്ങാനുള്ളൊരു കാരണം വെച്ചാൽ എനിക്ക് വർക്കുകൾ ഇങ്ങനെ കൂടിയ സമയത്ത് ഞാൻ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്താണ് ഇവർക്ക് ടൂൾസ് അറിയാം, പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു കാരണം ഇവിടെ എല്ലാവർക്കും വേണ്ടത് അതിഭീകരമായിട്ടുള്ള ഡിസൈൻസാണ്. അതെ. ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ അങ്ങനെ ഞെട്ടണം. ഇവിടെ ഇപ്പം ഡിസൈൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, പോസ്റ്റർ ഡിസൈൻ മാത്രമല്ല, ബ്രാൻഡിങ് സെക്ഷനിലേക്ക് ആളെ വേണം. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു തമ്പലിൽ നിനക്ക് ഡിസൈൻ ചെയ്യണ്ടേ, അല്ലേ? ഒരു തമ്പലിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 3D മോഡലിങ്, UA UX, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇനി പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ, അതായത് ഒരു വ്യക്തിനെ എന്താ പറയുക, ജോലി കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതിൻ്റെ മെയിൻ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് ഇതേപോലെ തന്നെ ആയിരുന്നു. അതായത് ഞാൻ 10th കഴിഞ്ഞ് കുറേ കാലം എനിക്ക് ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ദാരിദ്ര്യം എന്ന് പറയില്ലേ, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് 10th നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോകുന്നത് പിന്നെ ചെന്നൈയിൽ കുറേ ഹോട്ടൽ പണി, അവിടെ എന്നെങ്ക സാർ ആ സാധനമാണ് ഞാൻ. ഞാൻ ഈ സ്കൂളിലൊക്കെ നാടകം കളിച്ച് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഓയിൽ പെയിൻറ്റ് പരിപാടികൾ, പിന്നെ വാട്ടർ കളറിനൊക്കെ അത്രയും മേടിച്ചിട്ട് ഞാൻ ഇവിടെയാണല്ലോ ദൈവമേ എൻ്റെ ജീവിതം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് ഞാൻ കോഴിക്കോട് തന്നെ വന്ന് ഞാൻ അവിടുന്ന് ഓപ്പൺ ഡിഗ്രി എഴുതുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ മൾട്ടിമീഡിയ ആനിമേഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ അവിടെ ടൂൾസ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ടൂൾസ്, അത് അന്നത്തെ കാലത്ത് അതാണ് കണ്ടിട്ടില്ലോ, മൾട്ടിമീഡിയ ആനിമേഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഈ ടൂൾസും സാധനങ്ങളെല്ലാം പഠിച്ചു. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ എറണാകുളത്ത് വന്ന്